എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഡോക്ടർ ജുനീദ്. നമ്മളെല്ലാവരും ഇപ്പോൾ കോമൺ ആയി കാണുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കും പല ആളുകളും ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നത്. ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ പെട്ടെന്ന് ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലോ, അതും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഥയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അനു ഒരു ടീച്ചറാണ്. അനുവിന് അടുത്ത മാസം ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അനുവിന് നല്ലൊരു ആഗ്രഹം അത് ബോഡി വെയ്റ്റൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ഫിറ്റായിട്ട് കല്യാണത്തിന് പങ്കെടുക്കണമെന്ന്. പക്ഷേ അനുവിൻ്റെ മുന്നിൽ ഒരു മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അനു എന്ത് ചെയ്തു, കുറേ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഒരു പ്രത്യേക തരം ഡയറ്ററി പ്ലാനൊക്കെ കണ്ടെത്തി, അതുപോലെ കുറച്ച് എക്സസൈസിൻ്റെ ടെക്നിക്കുകളൊക്കെ കണ്ടെത്തി ഇത് ഫോളോ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഭക്ഷണക്രമത്തിലൊക്കെ വലിയൊരു മാറ്റം വരുത്തുകയാണ്. എന്താ മാറ്റം? അന്ന് രാവിലെ തൊട്ട് എന്താ കഴിക്കുന്നത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് അനു സാധാരണ 4-5 ഇഡ്ഡലി കഴിക്കുന്ന ആളാണ്. പക്ഷേ അന്ന് ഒരു ഇഡ്ഡലി മാത്രമാണ് കഴിച്ചത്. അതുപോലെ ഒരു ചട്നി, കോക്കനട്ട് ചട്നി ചെറിയൊരു ടീസ്പൂൺ മാത്രമാണ് കഴിച്ചത്. 1/2 കപ്പ് സാമ്പാറും, ഏകദേശം ഒരു 170 കലോറി അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അനു ഒന്ന് കഴിച്ചത്. ലഞ്ചാണെങ്കിലോ ഒരു ചെറിയ കപ്പ് ബ്രൗൺ റൈസും അതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് കറിയും പിന്നെ കുറച്ച് ഒരു സ്പൂൺ തോരൻ. സാധാരണ 4-5 സ്പൂൺ തോരൻ കഴിക്കുന്ന അനു ഒരു സ്പൂൺ തോരൻ മാത്രമാണ് അന്ന് കഴിച്ചത്. പിന്നെ ഒരു ചെറിയൊരു ഫിഷ്, 50 ഗ്രാമോളം സൈസുള്ള ഒരു ഫിഷിൻ്റെ പീസും കൂടിയും കഴിച്ചു. ഏകദേശം 370 കലോറി അടങ്ങിയിട്ടുള്ള ഒരു ലഞ്ചാണ് അനു കഴിച്ചത്. പിന്നെ ഈവനിങ് ചായ കുടിക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കോഫി, പക്ഷേ മധുരമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഏകദേശം 0 കലോറി ആയിട്ട് കണക്കാക്കേണ്ടി വരും. പിന്നെ ഒരു ബോയിൽഡ് ബനാന, മൊത്തം ഒരു 90 കലോറി അടങ്ങിയിട്ടുള്ള ഈവനിങ് സ്നാക്സാണ് അനു കഴിച്ചത്. പിന്നെയോ ഡിന്നറിന് അനു ചെറിയൊരു കപ്പിൽ കഞ്ഞിയാണ് കുടിച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കുറച്ച് വെജിറ്റബിളൊക്കെ ബോയിൽ ചെയ്തൊക്കെ കഴിച്ചു. ഇങ്ങനെ ഈ ഒരു രീതിയിൽ അനു എന്ത് ചെയ്തു, 30 ദിവസത്തേക്ക് ആഹാരം ഫോളോ ചെയ്തു, ഇടയ്ക്ക് എക്സസൈസ് ചെയ്തു. അതോടൊപ്പം അനുവിന് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം അനുവിൻ്റെ വെയിറ്റ് ഏകദേശം 8 കിലോളം കുറഞ്ഞു. ബോഡിയൊക്കെ അത്യാവശ്യം ഫിറ്റായ പോലെ തോന്നി. അങ്ങനെ കല്യാണത്തിന് പോയി വളരെയധികം ഹാപ്പിയായി തിരിച്ചു വന്നു. പക്ഷേ ആ ഹാപ്പിനെസ് അധിക കാലം നീണ്ടു നിന്നിട്ടില്ലായിരുന്നു. അനുവിന് എന്ത് സംഭവിച്ചു? ക്ഷീണം തോന്നാൻ തുടങ്ങി. ആഹാരങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പതിയെ ക്രേവിങ്ങുകൾ വരാൻ തുടങ്ങി. ആഹാരങ്ങൾ മാറാൻ തുടങ്ങി, പണ്ടത്തെ പോലെ ആവാൻ തുടങ്ങി. ഏകദേശം 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ ശരീരഭാരം മൊത്തം തിരിച്ചു വന്നു. ശരീരഭാരം മൊത്തം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ശരീരവേദനകൾ വരാൻ തുടങ്ങി, ലതാർജി വരാൻ തുടങ്ങി, പണ്ടത്തെ പോലെ ആക്റ്റീവ് ആവുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനു ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് അനു ഇങ്ങനെ ഫേസ് ചെയ്തത്? അനുവിൻ്റെ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് പെട്ടെന്ന് ശരീരഭാരം കുറച്ച് കഴിഞ്ഞാൽ ശരീരഭാരം തിരിച്ചു വരുമെന്ന് മാത്രമല്ല, റീഗെയിൻ ചെയ്യുമെന്ന് മാത്രമല്ല, സീരിയസ് ആയിട്ടുള്ള പല ഇമ്പാക്റ്റുകളും, മെറ്റബോളിസത്തിൽ ഡാമേജ് വരാനും ഹോർമോണുകളിൽ വ്യതിയാനം വരാനൊക്കെ ഇത്തരത്തിലുള്ള ഹാബിറ്റ് ഒരു കാരണമായിട്ട് തീരും. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കലോറി വളരെയധികം കുറച്ചിട്ടുള്ള എക്സസൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പെട്ടെന്ന് വെയിറ്റ് കുറക്കാനുള്ള മെത്തേഡുകൾ ചെയ്യുമ്പോൾ ശരീരത്തിലെ മെറ്റബോളിസത്തിന് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ എനർജിയൊക്കെ വളരെയധികം കുറക്കുമ്പം ശരീരം ഒരു അഡാപ്റ്റേഷൻ മോഡിലേക്ക് പോകും. അഡാപ്റ്റേഷൻ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലോറി ശരീരത്തിന് വളരെയധികം കുറവ് കൊടുക്കുന്ന സമയത്ത് ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റികൾ, സാധാരണ നടക്കുന്ന പല മെറ്റബോളിക് ആക്ടിവിറ്റികളും വളരെയധികം കുറയാൻ തുടങ്ങും. ബോഡിയിൽ ഹീറ്റ് ജനറേഷനൊക്കെ കുറയാൻ തുടങ്ങും. ഇത് കാരണത്താൽ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ്, അതായത് നമ്മൾ വിശ്രമാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തുള്ള മെറ്റബോളിക്കിൻ്റെ റേറ്റ്, എത്രത്തോളം കലോറിയാണ് കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്ട്രീമായിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് വളരെയധികം കുറയും. അത് ഒരുപാട് കാലത്തേക്ക് ഈ ഒരു പ്രശ്നമായിട്ട് നീണ്ടു നിൽക്കും. അപ്പോൾ നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ പ്ലാനുകൾ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒട്ടുമിക്ക ആൾക്കാരുടെ കേസിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഈ 8 കിലോ ഒരു മാസം കുറയ്ക്കാനുള്ള പ്ലാനുകൾ ഫോളോ ചെയ്യുന്നവർ അത്രയും എക്സ്ട്രീമായ മെത്തേഡുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ അതിലൊരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്താൽ പോലും
ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ പിന്നീട് അങ്ങോട്ട് സംഭവിക്കില്ല. കാരണം നമ്മുടെ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റിൽ എന്ത് സംഭവിക്കും, അവിടെ ഈ അഡാപ്റ്റേഷൻ സംഭവിക്കും. അപ്പോൾ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് തുടർന്നും വെയിറ്റ് കുറക്കുക എന്നുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വെയിറ്റ് റീഗെയിൻ ചെയ്യും, അത് ഒരു പ്രശ്നമാണ്. പക്ഷേ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നത് മാത്രമാണോ പ്രശ്നം? അല്ല, അതിന് അപ്പുറമായിട്ട് മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ വെയിറ്റ് റിഡക്ഷന് ട്രൈ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ ആയിക്കോട്ടെ, സാവകാശം വെയിറ്റ് റിഡക്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഈ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റിൽ വ്യതിയാനം വരും. അതായത് അഡാപ്റ്റേഷൻ എല്ലാ ആളുകൾക്കും ഇതുപോലെ വെയിറ്റ് റിഡക്ഷൻ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കും. പക്ഷേ എത്രത്തോളം ഡിഗ്രിയിൽ ഈ ഒരു അഡാപ്റ്റേഷൻ സംഭവിക്കുന്നു, എത്രത്തോളം അത് നിലനിൽക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷന് ട്രൈ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഒരുപാട് കലോറി കുറച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് റിഡക്ഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിക് അഡാപ്റ്റേഷന് അത്രത്തോളം ഡിഗ്രിയിൽ, അത്രത്തോളം അളവിൽ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് കുറയാനും അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കാനും കാരണമാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി വെയിറ്റ് റീഗെയിൻ അപ്പുറമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? നമ്മുടെ മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ, അതായത് ജോയിൻറ്റ് വേദനകൾ, മസിൽ വേദനകളൊക്കെ പ്രശ്നം വരും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കാരണം നമ്മൾ കലോറി കുറക്കുന്ന സമയത്ത് അവിടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ എനർജി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മസിൽ മാസ് കുറയും. ഓക്കെ, സോ മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം രണ്ട് പ്രശ്നമാണ്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് ഇതിൽ ഏകദേശം 15% പങ്ക് വഹിക്കുന്നത്, ശരീരത്തിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡക്ഷനും എനർജി ഒക്കെ ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നതിൽ 15% പങ്ക് വഹിക്കുന്നത് മസിൽസുകളാണ്. മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ മെറ്റബോളിക് റേറ്റും കുറയും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, മസിൽ മാസ് കുറയുന്ന സമയത്ത് ശരീരത്തിൻ്റെ സ്ട്രെങ്ത് കുറയാനും ജോയിൻറ്റുകളിലൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാനും കാരണമാവും. അപ്പോൾ ജോയിൻറ്റ് പെയിനുകളൊക്കെ വരാനും ഒരു കാരണമായിട്ട് തീരും. പിന്നെ ഹോർമോൺ ഡിസ്റെഗുലേഷൻ സംഭവിക്കുന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓവറോൾ മെറ്റബോളിസം അതിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ബോഡി വെയിറ്റ് കൂടാനതൊരു കാരണമാവും. തൈറോയിഡിൻ്റെ അളവ് കുറയുന്നത് സംബന്ധമായിട്ടുള്ള ഒരുപാട് ക്ഷീണങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാനും കാരണമാവും. പിന്നെ അതുമാത്രമല്ല, ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നുണ്ട്. അത് കാരണം നമുക്ക് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഒരുപാട് ആഹാരം കഴിക്കുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മുമ്പത്തേക്കാളും വെയിറ്റ് റീഗെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ന്യൂട്രിയൻ ഡെഫിഷ്യൻസികൾ സംഭവിക്കാം. ഇത് കാരണത്താൽ ഉണ്ടാകുന്ന അനീമിയ, പിന്നെ എല്ല് ക്ഷയിക്കുന്ന ഓസ്റ്റിയോപോറോസിസ് സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ ഇമ്മ്യൂണിറ്റിക്ക് ഡാമേജ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനും പനികളും ഒക്കെ വരുന്ന അവസ്ഥകളൊക്കെ ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇത്രത്തോളം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കലോറി എടുക്കുമ്പോൾ നമുക്ക് കലോറി മാത്രമല്ല കുറയുക, അതിൻ്റെ കൂടെയുള്ള ഒരുപാട് ന്യൂട്രിയൻസുകളും ശരീരത്തിൽ ലോങ് ടേമിലേക്ക് ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യും, മറ്റു പല ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രക്ചേഴ്സിനെയും ഡാമേജ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഫാസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ അല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കലോറി നിങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കലോറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, 100 ഗ്രാം റൈസിൽ നിങ്ങൾ കഴിക്കുന്നത് വൈറ്റ് റൈസ് ആണെങ്കിൽ വൈറ്റ് റൈസിൽ എത്രത്തോളം കലോറി ഉണ്ടെന്ന് ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങൾക്ക് ചെറിയൊരു വെയിൻ സ്കെയിൽ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് മെഷർമെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കലോറി മോഡറേറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും നിങ്ങൾ കലോറി ഏകദേശം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പുരുഷന്, അതായത് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ വെറുതെ നിൽക്കുന്ന ഒരു പുരുഷന് വെയിറ്റ് റിഡക്ഷൻ ഹെൽത്തി ആയി കുറക്കണം എന്നുണ്ടെങ്കിൽ 1500 മുതൽ 1800 കലോറിയാണ് എടുക്കേണ്ടത്. ഇനി അതേപോലെ ഒരു പുരുഷൻ വളരെ ആക്റ്റീവാണ്, ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരാൾ 2000 മുതൽ 2400 കലോറി വരെ ഒരു ദിവസം എടുത്താൽ പോലും ആ വ്യക്തിയുടെ വെയിറ്റ് റിഡക്ഷന് സാധ്യമാകും. പക്ഷേ ഏകദേശം 1-2 കിലോ മാത്രമേ ഒരു മാസത്തിൽ കുറയുള്ളൂ. പക്ഷേ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് റിഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഒരു മാസം ഏകദേശം മാക്സിമം 4 കിലോ മാത്രമേ നമ്മൾ വെയിറ്റ് റിഡക്ഷന്
ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതലായി ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കലോറി ഡെഫിഷ്യറ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അത് കാരണത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ട് തീരുകയും ചെയ്യും. ഇനി ഒരു സ്ത്രീകൾക്കാണെങ്കിൽ സെഡൻഡറി ആയി നിൽക്കുന്ന, അതായത് ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരു സ്ത്രീക്ക് ഏകദേശം 1200 മുതൽ 1500 കലോറി ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് റിഡക്ഷന് ഒരു ഹെൽത്തി ആയ ലെവലിൽ കുറക്കാൻ പറ്റും. ആക്റ്റീവായ ഒരു സ്ത്രീ ആണെങ്കിൽ 1800 മുതൽ 2100 കലോറി വരെ എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കലോറി മോഡറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹെൽത്തി ആയ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കഴിക്കുന്ന ആഹാരത്തിൽ എല്ലാ തരത്തിലുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ, പച്ചക്കറികളൊക്കെ ഉണ്ടെന്നും ഫ്രൂട്ട്സൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും പ്രോട്ടീൻ ഉണ്ടെന്നും ഫാറ്റ് ഉണ്ടെന്നും കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ആഹാരത്തിലുള്ളതെന്ന് ഉറപ്പ് വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് പലതരത്തിലുള്ളത് നമ്മുടെ ശരീരത്തിലെത്താനും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഈ രീതിയിൽ നമ്മൾ ആഹാര രീതികൾ ഫോളോ ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ പറ്റുള്ളൂ. ഹെൽത്തി ആയ റിഡക്ഷൻ എന്നുള്ളത് ക്വിക്ക് റിഡക്ഷനേ അല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.